ദൃശദ്രാഗീയസ്യ ദരദലിതനീലോൽപലരുജാദേവീയാം സന്ദീനം സ്നപയ കൃപയാ മാമഭിശിവേ അനേനായം ധന്യോ ഭവതി ന ച തേഹാനിരീയതാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരാ. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിലെ 57-ാമത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇതിൽ സർവേശ്വരിയായിരിക്കുന്ന ജഗദംബികയോട് ഒന്ന് തന്നെ കടാക്ഷിക്കാൻ പറയുകയാണ് ശങ്കരാചാര്യർ. ഭഗവതിയുടെ അല്ലെങ്കിൽ ദേവിയുടെ ആ കടാക്ഷം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല വിഷമവും പിന്നെ ഉണ്ടോ ജീവിതത്തിൽ? അതാണ് ദൃശാദ്രാഗീയസ്യ. നല്ല കണ്ണിൻ്റെ ലക്ഷണം എപ്പോഴും നീളമുള്ള, അതാണ് മീനാക്ഷി എന്നൊക്കെ പറയാൻ കാരണം. നീളത്തിലുള്ള കണ്ണ്, വളരെ സൗന്ദര്യമുള്ളതായിരിക്കുന്ന കണ്ണിന് എന്തിനൊക്കെ സൗന്ദര്യത്തിനുണ്ടോ അതൊക്കെ ഉള്ള കണ്ണുകളോട് കൂടിയവളെ ദേവി. ദൃശാദ്രാഗീയസ്യ ദരദലിത നീലോൽപലരുജ. കരിങ്കൂവള പൂവുകൾ നല്ല നീലയാണ്, ഡാർക്ക് നീല എന്ന് പറയാം. അപ്പം കരിങ്കൂവളപ്പൂവുകളുടെ അതേപോലെയുള്ള മനോഹാരിതയുള്ള ആ കണ്ണുകൾ അല്ലയോ ദേവി അമ്മേ, ഒന്ന് എൻ്റെ നേർക്ക് പതിപ്പിച്ചുകൂടേ. ദേവീയാം സന്ദീനം സ്നപയ കൃപയാ മാമഭിശിവേ. ഹേ ഭവാനി പാർവതി, പരമേശ്വരൻ്റെ സർവസ്വവുമായിട്ടുള്ളവളെ എന്ന് വിളിക്കുകയാണ്. ഒന്ന് ആ ദൃഷ്ടി എൻ്റെ മേലേക്ക് പതിപ്പിച്ചാൽ ഞാൻ ആരാണ്? പിന്നെ എനിക്ക് ഈ ലോകത്തിൽ വല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അനേനായം ധന്യോ ഭവതി ന ച തേഹാനിരീയതാ. ഞാൻ ധന്യനായി പിന്നെ ഈ ലോകത്തിൽ എനിക്ക് യാതൊരു കഷ്ടമോ ദുഃഖമോ ഉണ്ടാവില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് നഷ്ടമില്ലാത്ത ഈ ഉപകാരം ഒന്ന് ചെയ്യണേ എന്ന് പറയുകയാണ്. ഒന്ന് നോക്കിയതുകൊണ്ട് അമ്മയ്ക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ലേ, നോക്കുക അത് വല്ല നഷ്ടമുണ്ടോ? എനിക്കോ വലിയ ലാഭമുണ്ട് ഇല്ലേ. അപ്പോൾ അമ്മയ്ക്ക് യാതൊരു നഷ്ടമില്ലാത്തതും എനിക്ക് വലിയ ലാഭത്തെ ഉള്ളതും ആയ ചെറിയൊരു ഉപകാരം എന്നോട് ചെയ്യണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേനായം ധന്യോ ഭവതി, ഞാൻ വളരെയേറെ ധന്യനാവും. ന ച തേഹാനിരീയതാ, അങ്ങേക്ക് അമ്മയ്ക്കാണ് ഇവിടത്തേക്കാണെങ്കിൽ യാതൊരു കുറവും വരില്ല. പനേവാ ഹർമ്യേവാ സമകരനിപാതോ ഹിമകരാ. ഈ സൂര്യൻ ആകാശത്ത് ജ്വലിക്കുമ്പോൾ അതിൻ്റെ തേജസ് എല്ലാവർക്കും കിട്ടും ഇല്ലേ. പുല്ലിൻ്റെ മുകളിലും കൊട്ടിടത്തിൻ്റെ മുകളിലും പർവ്വതത്തിൻ്റെ മുകളിലും അതുപോലെ തടാകത്തിലെ എല്ലാ ദിക്കിലും ഈ പ്രകാശം. സൂര്യനെ അനുഭവിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? പക്ഷേ ഇവരൊക്കെ സൂര്യപ്രകാശം അനുഭവിച്ചാലും സൂര്യന് വല്ല ഹാനിയുണ്ടോ? ആണ് അല്ലേ. കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറയുമല്ലോ, സാധാരണ അങ്ങനെയല്ലേ. ഒരു ധനായാലും ശരി വേറൊന്നായാലും ശരി ഒന്നുമില്ലെങ്കിൽ അധ്വാനം കൊടുക്കണ വെച്ചാൽ ക്ഷീണിക്കുകയെങ്കിലും ചെയ്യും. ഇത് അതുമില്ല, എല്ലാവരും സൂര്യൻ്റെ പ്രകാശം എടുത്ത് സുഖിക്കണു. സോളാർ എനർജി വലിയൊരു എനർജിയാണ്. ഇനിയുള്ള കാലം നമുക്കത് മാത്രമേ എത്ര ആധാരമുള്ളൂ. മറ്റൊക്കെ കുറയുക അല്ലേ. കുഴിച്ചെടുക്കണ സംഗതികളാവട്ടെ, വെള്ളം കുറയുകയാണ്. അതൊന്നും ഇനി വൈദ്യുതി മുതലായിട്ടത് കിട്ടില്ല. ഇനി കിട്ടാൻ പോണത് എന്താണ്? സോളാർ എനർജി മാത്രമാണ്. അപ്പോൾ അത് വളരെ വലിയൊരു എനർജിയാണ്. പക്ഷേ ഇത്രയും എനർജി സൂര്യനെ ചൂഷണം ചെയ്ത് ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ബാറ്ററി അണച്ചാൽ കഴിയും ഇല്ലേ. കുറേ കഴിയുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യണം. കുറേ ചാർജ് ചെയ്താലും പറ്റാത്തതായിട്ട് തീരണു. പിന്നെ ചാർജ് ചെയ്യാൻ പറ്റില്ല, ബാറ്ററി തന്നെ മാറ്റണം. പക്ഷേ ഇതൊന്നും സൂര്യൻ ഉണ്ടാവുന്നില്ല. എത്ര തന്നെ ഊർജം ഈ പ്രപഞ്ചത്തിലുള്ളവർ ഉപയോഗിച്ചാലും സൂര്യൻ്റെ എനർജി അതേപോലെ നിലനിൽക്കണം. അത്ഭുതമല്ലേ ആലോചിച്ചാൽ. വേറെ ഒരേ എനർജിക്കും ഈ കഴിവില്ല. നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ എനർജിക്കും ഈ കഴിവില്ല. അമ്മ അല്ലെങ്കിൽ പരാശക്തി അതുപോലെയാണ്. എത്ര ജീവന്മാർ അമ്മയെ ആശ്രയിച്ചിട്ട് എന്തെല്ലാം നേടിയെടുത്താലും, എന്തെല്ലാം അമ്മ നൽകിയെന്ന നിലയ്ക്ക് അവരെടുത്താലും അമ്മയ്ക്കൊരു കുറവും ഉണ്ടാവണില്ല. അതുകൊണ്ട് അമ്മയെ നഷ്ടമില്ലാത്തതായ ഈ ഉപകാരം, ഈ ദീനനായിട്ടുള്ള എൻ്റെ നേർക്ക് ഒരു നോട്ടം ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണ്. ദൃശാദ്രാഗീയസ്യ ദരദലിത നീലോൽപലരുജ ദേവീയാം സന്ദീനം സ്നപയ കൃപയാ മാമഭിശിവേ. അനേനായം ധന്യോ ഭവതി ന ച തേഹാനിരീയതാ വനേ വാ ഹർമ്യേ വാ സമകരനിപാതോ ഹിമകരാ. നല്ലൊരു സന്ധ്യ
എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.